തലപ്പാടിയിൽ അപകടം നടന്ന അതേ സ്ഥലത്താണ്. എനിക്ക് തൊട്ടരികിൽ തന്നെ കാണുന്ന ഈ വാഹനത്തിൽ നിയന്ത്രണം വിട്ട ബസ് ഇടിച്ചു. ഈ ഓട്ടോയിൽ ബസ് ഇടിച്ച് കയറിയിരുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചെരുപ്പുകൾ, അതോടൊപ്പം തന്നെ വെള്ളക്കുപ്പികൾ ഒക്കെ തന്നെ പൂർണ്ണമായി ഈ ഓട്ടോ തകർന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കേരള കർണാടക അതിർത്തിയാണ്. ഇവിടെ നിരന്തരമായി കർണാടക SRTC ബസ്സുകൾ അമിത വേഗത്തിൽ വരുന്നു എന്നുള്ള ഒരു പരാതി നാട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ വ്യാപകമായി ഉയർന്നതിനിടയിലാണ് ഇത്രയും വലിയ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകുന്നത്. എനിക്ക് തൊട്ടരികിലായി കാണുന്ന ഈ ബസ് പ്രധാന റോഡിലൂടെ NH-ലൂടെ അമിത വേഗതയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബസ്സാണ്. അമിത വേഗതയെ തുടർന്ന് ബസ് സ്റ്റോപ്പിൽ ഇടിച്ച ശേഷം വട്ടം കറങ്ങിയാണ് തൊട്ടരികിലുള്ള ഒരു ഒഴിഞ്ഞ മേഖലയിലേക്ക് ഇപ്പോൾ ബസ് മാറിക്കിടക്കുന്നത്. ഇപ്പോൾ എനിക്ക് താഴെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഭിന്നശേഷിക്കാരനായ ഒരാൾ ഉപയോഗിച്ചിരുന്ന സ്ട്രെച്ചർ അടക്കമുള്ള വസ്തുക്കളൊക്കെ തന്നെ വാഹനത്തിനടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപകടത്തിൽ മരണപ്പെട്ടതിൽ 3 പേർ സ്ത്രീകളാണ് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഒരു ഡ്രൈവർ കൂടി മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അപകടത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയാൻ കഴിയുന്ന ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് കാരണമായ ഈ ബസ്സിൻ്റെ ടയർ നമുക്ക് കാണാൻ സാധിക്കും. അന്തർ സംസ്ഥാന യാത്ര നടത്തുന്ന ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റുള്ള ഒരു ബസ്സാണ്. കർണാടക സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു ബസ്സാണ്. ആ ബസ്സിൻ്റെ ടയർ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായ ഫ്ലാറ്റായ രീതിയിലാണ്, യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അമിത വേഗതയിലെത്തിയ ഈ കർണാടക SRTC ബസ് ഇത്രത്തോളം വലിയ ഒരു അപകടം ക്ഷണിച്ചു വരുത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപകടമുണ്ടായ ഉടൻ തന്നെ നാട്ടുകാരിവിടെ ഓടിക്കൂടി പ്രാഥമികമായുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അത് പിന്നീട് അവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ 3-ലധികം ആളുകളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾക്ക് ആ ഒരു ആശങ്ക, ആ ഒരു ഭയം ഇപ്പോഴും പൂർണ്ണമായ ആളുകളുടെ മുഖത്ത് നിന്ന് മാറിയിട്ടില്ല. ചേട്ടാ, അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? അപകടം നടക്കുമ്പോൾ ഞാൻ ആ ലോറി ഡ്രൈവർ അവിടെ ഇരിക്കണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ വണ്ടി ഇങ്ങനെ കറങ്ങണ ഒരു സൗണ്ടാണ് കേട്ടത്. കാരണം ഈ ഓട്ടോയിൽ ഇടിച്ചിട്ട് ഈ ബസ് കറങ്ങി വന്ന് ഈ മറ്റേ പോസ്റ്റിൽ ഇടിച്ചിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ആ റോഡ് ക്രോസ് ചെയ്താളൂ, അപ്പോഴാണ് ഈ സംഭവം സംഭവിക്കുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ KSRTC ബസ്സുകൾ അമിത വേഗതയിലാണ്. ഒരു 2 ആഴ്ച മുന്നേ ഒരു 2 വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീൻ വണ്ടി, ഒരു വാഗനറും കൂടെ ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു രാത്രി 1 മണിക്ക്. അന്ന് ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് അവിടെ കിടക്കായിരുന്നു. മരിച്ചവർ ഇവിടെ ഉള്ളതാണെന്നുള്ള? മരിച്ചവർ ഇവിടെ ഉള്ളതാണ്. മറ്റേ ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഏകദേശം പോയിരിക്കും. ഒരു കുട്ടീനെ ഞാൻ പുറത്തെടുത്ത് നോക്കി, അപ്പോഴേക്കും ഏകദേശം ഒരു അനക്കം കാണാനില്ല. ഓട്ടോയിലുള്ള ആളുകളാണോ മരിച്ചത്? ഓട്ടോയിലുള്ള ആളുകളാണ്. പിന്നെ ഓട്ടോ അതിൽ 4 പേരുണ്ടായിരുന്നു. ബാക്കിൽ സ്ത്രീകളും ഫ്രണ്ടിൽ ഡ്രൈവറുമായിട്ട് ജാം ആയിട്ടുണ്ടായിരുന്നു. വണ്ടി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായി. ആളുകളുടെ ശരീരം ഓട്ടോക്കിടയിൽ പൂർണ്ണമായി ജാമായി പോയി എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ലോറി ഡ്രൈവർമാരിൽ നിന്നൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നത്. അപകടത്തിൽപ്പെട്ടതിൽ കുട്ടികൾ കൂടിയുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ആളുകളുടെ മുഖത്ത് വലിയ ഒരു ആശങ്ക, അത്രത്തോളം വലിയ ദുഃഖമുണ്ട്. ഈ ഭാഗത്തുള്ള ഇനി ആരാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ അത്രത്തോളം വലിയ ഒരു അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം പോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു വേദന അവരുടെയൊക്കെ തന്നെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിൻ്റെ കർണാടക SRTC ബസ്സിൻ്റെ മുൻവശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായി വാഹനത്തിൻ്റെ പ്രധാന മുൻഭാഗമൊക്കെ തന്നെ ഹെഡ്ലൈറ്റിനോട് ചേർന്നുള്ള ഭാഗമൊക്കെ പൂർണ്ണമായി തകർന്ന നിലയിലാണുള്ളത്. ഇപ്പോഴും ഇവിടെ ആളുകൾ അന്വേഷിച്ചെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെയൊക്കെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ ഒരു പക്ഷേ ബസ്സിലോ അല്ലെങ്കിൽ ഈ ഓട്ടോയിലൊക്കെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്തുണ്ടായിട്ടുണ്ടാവാം. ബസ് ഡ്രൈവർ അടക്കമുള്ള ആളുകൾ, ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ തന്നെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന ആളുകൾക്കാണ് ഇത്രത്തോളം വലിയ ഒരു ജീവനാശം ഉണ്ടായിരിക്കുന്നത്. ഇനി അവരുടെയൊക്കെ തന്നെ വിശദമായ മൊഴി ഒരു പക്ഷേ ശേഖരിക്കേണ്ടതായിരിക്കുന്നു. കാരണം ദേശീയപാതയോരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇത് കൃത്യമായി കർണാടക അതിർത്തിയാണ്. നമുക്കിവിടെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ദേശീയപാത കേരളത്തിലെ ദേശീയപാത അവസാനിക്കുന്ന ആ ഒരു മേഖലയിൽ തന്നെയാണ് ഇത്തരത്തിൽ സ്ഥിരമായി കർണാടക SRTC ബസ്സുകൾ അമിത വേഗതയിൽ എത്തുന്നു എന്നുള്ള പരാതികൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപക്ഷെ വലിയൊരു അപകടം ഉണ്ടാകുമെന്നുള്ള പ്രവചന സ്വഭാവമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ളൊക്കെ തന്നെ പരാതികളൊക്കെ തന്നെ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ എത്രത്തോളം വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആളുകൾ ഇപ്പോഴും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ടവർക്ക്, അവരുടെയൊക്കെ ബന്ധുക്കൾക്ക്, അവരുടെയൊക്കെ തന്നെ സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ഭയം, ആ ഒരു ആശങ്ക അവരുടെ മുഖത്ത് നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു ജനക്കൂട്ടത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ആ ഒരു ആശങ്ക ഇപ്പോഴും അവരുടെ മുഖത്ത് നമുക്ക് കൃത്യമായി വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി ആ ഓട്ടോയുടെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഓട്ടോ പൂർണ്ണമായും ഒരു കൃത്യമായി ഒരു
കൂടാരം പോലെ പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായി അതിനകത്തൊരു ചെരുപ്പൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു തകര കൂമ്പാരമായി ഈ ഓട്ടോ മാറിയിരിക്കുന്നു. ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗങ്ങളിലും സമാനമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് തൊട്ടരികിൽ തന്നെ ഇവിടെ ചെരുപ്പുകൾ, കുട്ടികളുടെ ചെരുപ്പടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളക്കുപ്പികൾ, സ്റ്റീൽ കൊണ്ടുള്ള വെള്ളക്കുപ്പികൾ വാഹനത്തിൻ്റെ മുൻവശത്തെ ചില്ല് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതൊക്കെ തന്നെ പൂർണ്ണമായി തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു അപകടമാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് അടുത്ത കാലത്തുണ്ടായ വലിയൊരു അപകടമാണ് ഇത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള തകർന്ന ഒരു അവസ്ഥ, തൊട്ടപ്പുറത്ത് ഇപ്പോഴും ആൾക്കൂട്ടം ഇവിടെ ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു പക്ഷേ അവരുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ അവരും പെട്ടുപോയിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക തന്നെയാണ്. ഈ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് എത്തിയ ആളുകളുടെ മുഖത്ത് മുഴുവൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉള്ള ആളാണോ? അപകടം അറിഞ്ഞിട്ട് വന്നാണ്. ഒട്ടേറെ ആളുകൾ അപകടം അറിഞ്ഞും ഇങ്ങോട്ടേക്ക് ഓടിക്കൂടി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ, നിരവധിയായ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ആളാണ്. ഞാൻ ലോറിയിലാണ്. ഞാൻ സൗണ്ട് കേട്ടാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയത്. ഞാൻ കണ്ട കാഴ്ച ഞാൻ വന്ന് കണ്ടപ്പോൾ 2 ബോഡി ഇവിടെ കടത്തിയിരിക്കുന്നു. ഒരു ബോഡി 2 ബോഡി വണ്ടി കിടക്കുകയായിരുന്നു. ഓട്ടോയ്ക്ക് പുറത്തേക്ക് എത്തിയിരുന്നു. 2 ബോഡി പുറത്തേക്ക് ഉണ്ടായിരുന്നു. 2 ബോഡി ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുമ്പോൾ അവർക്ക് ജീവനുണ്ടായിരുന്നു? ഇല്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. വാഹനത്തിൽ ശരിക്കും ഞങ്ങൾ അറിയില്ല. നമ്മളിവിടെ ലോറിയിൽ പോകണമെന്നാണ്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ സംഭവം കണ്ടാണ്. നമ്മളെ സൗണ്ട് കേട്ടിട്ട് വന്നാണ് കണ്ടത്. സാധാരണയായിട്ട് ഇതിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണോ ലോറിയിൽ? ഞാൻ സ്ഥിരമായിട്ട് വരുന്നതാണ് എൻ്റെ ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവർമാർ, അതുപോലെ തന്നെ കടകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ, നാട്ടുകാർ, യുവാക്കളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പിന്നീട് മുഴുവൻ സംവിധാനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.